അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് 8, 9, 10, +1, +2 എന്നീ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷയിൽ വന്നിരുന്ന ചോദ്യങ്ങളും അതിൻ്റെ ആൻസർ കീയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിനു മുമ്പ് നമ്മൾ 5, 6, 7 എന്നീ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രാക്ടിക്കൽ പരീക്ഷയുടെ ആൻസർ കീ മുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു. അത് ലഭിക്കാത്തവർ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് നോക്കുക. അവിടെ ഞാൻ പിൻ ചെയ്ത് വെക്കുക ആ വീഡിയോ. ഇപ്പോൾ ഈ പറയപ്പെട്ട 8 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷയും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ചെയ്ത് കാണിച്ചു കൊടുക്കലായിരുന്നു നിസ്കാരം. അതിൽ നമ്മൾ പ്രാക്ടിക്കൽ പരീക്ഷ മാത്രമാണ് അവിടെ നോക്കുന്നത്. ആദ്യത്തെ പ്രവർത്തനം, ശരിയായതിന് നേരെ ശരി അടയാളപ്പെടുത്താം. ഓരോ ചോദ്യത്തിനും ശരിയായത് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ നേരെ കൊടുത്തിട്ടുണ്ട്. 1, ജുമുഅയിൽ ജമാഅത്ത് ഫർള് കിഫയാണോ ഫർള് ഐനാണോ? അത് ഫർള് ഐനാണ്. 2, പരസ്യമായി ജമാഅത്ത് ആദ്യമായി നടത്തപ്പെട്ടത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ ഉണ്ട്. മക്കയിൽ, മദീനയിൽ. ശരിയായത് മദീനയിൽ. ഇതൊന്നും നമ്മുടെ PDF-കളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത് വിട്ടുപോയതാണ്. 3, വസ്വാസുള്ളവരോട് തുടരൽ എന്താണ്? മുസ്തഹബ്, കറാഹത്ത്. ആ ചോദ്യം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിധി കറാഹത്താണ്. വസ്വാസുള്ളവരോട് തുടരലും കറാഹത്താണ്. അതുപോലെ മുനാഫിഖ്, അതുപോലെ തന്നെ അർത്ഥവ്യത്യാസം ഉണ്ടാവാത്ത ആയത്ത് ഓതുന്നവന്, ഇവരോടൊക്കെ തുടരൽ കറാഹത്താണ്. 4, ഖൈറു മസാജിദിൻ നിസാഇ. അതിന് യോജിച്ച ഏതാണ്? ലഹ്റു ബുയൂത്തിഹിന്ന എന്നുണ്ട്, ഖഉറു ബുയൂത്തിഹിന്ന എന്നുണ്ട്. ശരിയായത് ഖഉറു ബുയൂത്തിഹിന്ന. ഖൈറു മസാജിദിൻ നിസാഇ ഖഉറു ബുയൂത്തിഹിന്ന. സ്ത്രീകൾക്ക് അവരുടെ വീടിൻ്റെ ഉള്ളിലാണ് നിസ്കരിക്കൽ ഖൈർ, നല്ലത്. ഇത് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് നമ്മൾ 6ാം ക്ലാസ്സിലെ ഫിഖ് എടുത്ത് നോക്കിയാൽ അതിൽ കാണാം, ഈ ഹദീസ് കാണാൻ കഴിയും. അതിൽ പഠിച്ചു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതായിരിക്കണം. ആ പാഠം ഏതാണെന്ന് അറിയുന്നവർ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കറക്റ്റായിട്ട് എവിടെയെന്ന് അറിയില്ല. അടുത്ത ചോദ്യം, ജുമുഅയിൽ ഇമാമാണെന്ന് കരുതൽ വാജിബുണ്ട്, സുന്നത്തുണ്ട്. ശരിയായത് വാജിബാണ്. ജുമുഅയിൽ ഇമാമാണെന്ന് കരുതൽ നിർബന്ധമാണ്. ഇനി 6, നിസ്കാരത്തിൽ ആൺകുട്ടികൾക്ക് ഉമ്മയെ തുടരൽ. ഓപ്ഷൻ 2 ഉണ്ട്. അനുവദനീയമല്ല. ശരിയായത് അനുവദനീയമല്ല. ഇനി ഉത്തരം എഴുതാം. 2ാമത്തെ പ്രവർത്തനമാണ്. 1, മസ്ബൂക്ക് ആർക്കാണ് മസ്ബൂക്ക് എന്ന് പറയാം? ഇത് നമ്മൾ മോഡൽ പേപ്പറിൽ പറഞ്ഞ ചോദ്യമാണ്. മസ്ബൂക്ക് ആരാണ്? ഉത്തരം, ഇമാമിൻ്റെ നേതൃത്വത്തിൽ നിന്നും ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക്. 2, പുരുഷനായ ഒരു മഅ്മൂം ഇമാമിൻ്റെ ഏത് ഭാഗത്താണ് നിൽക്കേണ്ടത്? ഇതും പറഞ്ഞതായിരുന്നു. ഇമാമിൻ്റെ വലതുഭാഗത്ത് അല്പം പിന്തി നിൽക്കണം. ചോദ്യം 3, മഅ്മൂമിന് ജമാഅത്തിൻ്റെ പുണ്യം ലഭിക്കും എപ്പോൾ തുടർന്നാൽ? ഉത്തരം, ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് എപ്പോൾ തുടർന്നാലും പുണ്യം ലഭിക്കും. മഅ്മൂമിന് ജമാഅത്തിൻ്റെ പുണ്യം ലഭിക്കണമെങ്കിൽ സലാമിന് മുമ്പ് എപ്പോൾ നിസ്കാരത്തിൽ തുടർന്നാലും അവനക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും ജമാഅത്തിൻ്റെ. ഇനി 4, ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നു എന്തിന്? ഉത്തരം, ഒന്നിലധികം പേർ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്ത പ്രവർത്തനം പൂരിപ്പിച്ചു കൊടുക്കുക. സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ ഡാഷ് ദറജത്തൻ. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്.
സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തുൽ ഫർദി ബിസബഇൻ വ ഇശ്രീന ദറജതൻ. 2. മസ്ബൂഖിന് ഇമാമിൻ്റെ കൂടെ ഡാഷ് ലഭിച്ചാൽ മാത്രമേ ഡാഷ് ലഭിക്കുകയുള്ളൂ. അത് പൂരിപ്പിച്ചു കൊടുക്കുക. മസ്ബൂഖിന് ഇമാമിൻ്റെ കൂടെ റുക്കൂഇൽ അടങ്ങി താമസം ലഭിച്ചാൽ മാത്രമേ അവന് റക്അത്ത് ലഭിക്കുകയുള്ളൂ. 3. നിൽക്കുന്നവൻ ഇരിക്കുന്നവനെയും വുളൂ ഡാഷ് ചെയ്യുന്നവനെയും കുട്ടികളെയും തുടരാവുന്നതാണ്. പൂരിപ്പിച്ചു കൊടുക്കാം. നിൽക്കുന്നവൻ ഇരിക്കുന്നവനെയും വുളൂ ചെയ്തവൻ തയമ്മും ചെയ്യുന്നവനെയും വലിയവർക്ക് കുട്ടികളെയും തുടരാവുന്നതാണ്. ഇതേതൊരു ബുക്കിലുള്ളതെന്ന് തോന്നുന്നു. അത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതായത് 3-ാമത്തെ പ്രവർത്തനത്തിൽ 3-ാമത്തെ ചോദ്യം എന്ന് എഴുതിയിട്ട് ഇത് ഏത് ക്ലാസ്സിലെ ഫിഖ്ഹിൽ ഏത് പാഠത്തിലാണെന്ന് കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇതൊക്കെയായിരുന്നു പരീക്ഷയിൽ ചോദ്യങ്ങൾ. ഇതൊക്കെ മുഴുവനായും ആൻസർ ചെയ്യാൻ കഴിഞ്ഞവർ ഒന്ന് താഴെ കമൻറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.